So hello guys, welcome back to my YouTube channel Leo YTV7. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് മൊബൈൽ ലെജൻഡ്സ്. അപ്പോൾ ഇത് അറിയാവുന്ന ഈ ഗെയിം അതിനെപ്പറ്റി അറിയാവുന്നവരുണ്ട്, അറിഞ്ഞൂടാത്തവരുണ്ട്. അപ്പോൾ ഈ ഗെയിം നമ്മൾ ഇവിടെ സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ ടീമിലുള്ള എല്ലാവരും റെഡി അടിച്ചാൽ ഇത് സ്റ്റാർട്ടാവും. ഓക്കെ ഗൈസ്, 10 പേര് ഇതിൽ റെഡി കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഈ ഗെയിം 5v5 ആണ്. ഓപ്പോസിറ്റ് ടീം 5 പ്ലേയേഴ്സ് ആണ്. അങ്ങനെയാണ് ഗൈസ് ഇത് കളിക്കണത്. നമ്മളെ ഫ്രീ ഫയർ പോലെ 4 പ്ലേയേഴ്സ് അല്ല ഗൈസ് ഒരു ടീമിൽ. ഇത് ഒരു ടീമിൽ 5 പ്ലേയേഴ്സ് ആണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഗൈസ്, ഞാൻ ഇത് രണ്ടാമത്തെ വീഡിയോയിലാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഗൈസ്, ഇതിനു മുമ്പ് നമ്മളൊരു ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത മച്ചന്മാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ആ വീഡിയോ ഒന്ന് കാണേണ്ടതാണ്. ഓക്കെ ഗൈസ്, ഇവിടെ മാച്ച് സ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ ഗൈസ്, സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ ടീമിലുള്ള മെമ്പേഴ്സ്. Tip: Dirok can perform enhanced attacks when his rage reaches 50%. Welcome to Mobile Legends. ഗൈസ്, അപ്പോൾ നമ്മളെ മാച്ച് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു നീല കളർ ഒരു സാധനം നിങ്ങൾ കണ്ടോ ഗൈസ്, അതാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ ഈ റിവൈവ് പോയിന്റ് പോലെ ഇരിക്കുന്ന ഇതെല്ലാം ഓപ്പോസിറ്റ് ടീംസിലുള്ളവർ പൊട്ടിച്ച് ഏറ്റവും ലാസ്റ്റ് വന്ന് ആ ഒരു നീല ഡയമണ്ട് പോലെ ഇരിക്കുന്ന അതും പൊട്ടിച്ചാലേ ആ ഓപ്പോസിറ്റ് ടീമിലുള്ളവർ ഗെയിം ജയിക്കുക ഗൈസ്. അങ്ങനെയാണ് ഇത് കളിക്കുന്നത്. കണ്ടോ ഗൈസ്, എല്ലാ ടീംസിനും ഓരോ ചെറിയ ചെറിയ മിനിയൻസ് ഉണ്ട്. ഗൈസ്, അവിടെ ഒരു ഊക്കോങ്ങിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇത് ഫ്രീ ഫയറിലെ പോലെ ഊക്കോങ് എന്ന് തന്നെയാണ് പേര്, പക്ഷേ എബിലിറ്റി വേറെയാണ് ഗൈസ്. ഇതിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് ആണ്. കണ്ടോ ഗൈസ്, 2 പേര്, അതാണ് ഗൈസ് ഇതിൻ്റെ എബിലിറ്റി. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ ഈ റിവൈവ് പോയിന്റ് പോലത്തുള്ള ഈ സംഭവത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് കിട്ടും ഗൈസ്. അത് മിനിയൻസ് ആ ഒരു റിവൈവ് പോയിന്റിനകത്ത് കയറി അറ്റാക്ക് ചെയ്യുമ്പം ആ റിവൈവ് പോയിന്റ് മിനിയൻസിനായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. ആ സമയം വേണം നമ്മൾ ആ റിവൈവ് പോയിന്റ് പൊട്ടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു എനിമിയെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം ഡാമേജൊക്കെ കൊടുത്തു. ഓക്കെ, നമ്മൾ ആ കില്ലങ്ങനെ എടുത്തു. ഗൈസ്, ഇപ്പം എനിക്ക് 1 കില്ലാണുള്ളത്. ഏറ്റവും മുകളിലൊരു 2 സോഡിൻ്റെ, അതായത് 2 വാളിൻ്റെ ഒരു സിമ്പിളുണ്ട് ഗൈസ്. അതിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ 1 കില്ലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്കള്ളിൻ്റെ ഒരിത് കണ്ടിട്ടുണ്ട് ഗൈസ്. അതിലെന്ന് പറഞ്ഞാൽ ഞാൻ 1 വട്ടം ഡെഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഇപ്പുറത്തുള്ള ഒരു കൈയുടെ ഒരു ഹാൻഡിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റിവൈവ് പോയിന്റ് ഇതേപോലെ പൊട്ടിച്ചു എന്നുള്ളതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഊക്കോങ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അല്ല ഗൈസ്, ഊക്കോങ്ങിൻ്റെ കയ്യിൽ ഒരു നീളമുള്ള ഒരു സ്റ്റീൽ കമ്പി ഉണ്ടല്ലോ, അത് ഇവൻ്റെ കയ്യിൽ. സോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ആരും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്തില്ല. 8-11 വ്യൂസ് ഉണ്ടായിരുന്നു, എന്നിട്ട് ആരും ലൈക്ക് അടിച്ചില്ല ഗൈസ്. ഈ വട്ടമെങ്കിലും. ഓക്കെ ഗൈസ്, നമ്മളെ ഗെയിമിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ഊക്കോങ് ഇവിടെ റിവൈവ് പോയിന്റ് ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ആ ഊക്കോങ് റിവൈവ് പോയിന്റിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മൾ ആ ഊക്കോങ്ങിനെ കില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ഗൈസ്, നമ്മളെ സൈഡിൽ കാണുന്നത് 3 എബിലിറ്റീസാണ് ഗൈസ്. ഈ ക്യാരക്ടറിൻ്റെ 3 എബിലിറ്റീസാണിത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ ഒരു ആക്സ്, അതായത് കോടാലിയുടെ പടം ഉള്ളത് എന്ന് പറഞ്ഞാൽ
നമ്മുടെ കയ്യിലിരിക്കുന്ന ടൂൾ വെച്ച് അറ്റാക്ക് ചെയ്യുന്നതാണ് കേസ് അത്. പിന്നെ ഇപ്പോഴത്തെ ഈ ഗെയിമിൽ തന്നെ വരുന്നുണ്ട് ഒരു ജോയ്സ്റ്റിക്ക്. ആ ജോയ്സ്റ്റിക്ക് വെച്ചാണ് കേസ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇതിൽ മറ്റേ ഫ്രീ ഫയറിനെ പോലെ റണ്ണിങ് ബട്ടണൊന്നും ഇല്ല കേസ്. പിന്നെ താഴെ നമുക്ക് റീകോളിങ് പിന്നെ 2 സംഭവമുണ്ട് കേസ്. ബാക്കി 2 ഒരു ഗ്രീൻ കളറുള്ള 2 സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഹീലാക്കും. ഈ റീകോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കളി തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ പോകും, നമുക്ക് HP കിട്ടും കേസ്. അതാണ് ഈ റീകോളിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്, 60 minutes ആണ്. കാരണം ഈ ഗെയിമിൽ ഒരു മാച്ച് ഫിനിഷ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മാസ്റ്ററാണ് ഈ മൊബൈൽ ലെജൻസിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ ആണെങ്കിൽ നമ്മൾ വട്ടത്തിൽ കടിച്ചിട്ടുണ്ട്, നമ്മളങ്ങനെ ഓടുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ റീകോളിംഗ് ബട്ടൺ കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് മനസ്സിലാവും ഗൈസ് ഇതിൻ്റെ യൂസ് റീകോളിംഗ്. ഓക്കെ ഗൈസ്, നമുക്ക് HP കുറച്ച് കയറി. HP കയറാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ റീകോളിംഗ് എന്ന് പറഞ്ഞ ബട്ടൻ്റെ യൂസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ സൈഡിൽ കാണുന്ന എബിലിറ്റീസിനെ പറ്റി പറയാം. അത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിൽ സെക്കൻഡ് കിടക്കുന്ന ബട്ടൺ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എളുപ്പത്തിൽ അതായത് നമ്മൾ സ്പീഡിൽ നമ്മൾ റൺ ചെയ്യും. എന്നിട്ട് അതിൽ നമ്മളെ കയ്യിൽ ഒരു വളവ് എടുത്തുള്ളതാണ് കേസ് നമ്മളെ ടൂളെന്ന് പറഞ്ഞാൽ. കണ്ട കേസ്, ഏറ്റവും മുകളിലത്തെ ടൂളിൻ്റെ യൂസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെയാണ് കേസ് ബാക്കിയുള്ള എബിലിറ്റീസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കേസ് നമ്മളെ മിനിയൻസ് ഇതാ ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ പതുക്കെ ക്യാമ്പ് അടിച്ചത് പൊട്ടിക്കേണ്ട ശ്രമമാണ്, പക്ഷെ അത് ഇതുവരെയായിട്ട് നടന്നില്ല ഗൈസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ 4 കില്ലാണ് ഗൈസ്. ഞാൻ ഒരു വട്ടം ഡെഡായി. നമ്മൾ 2 റിവേ പോയിന്റ് പോലത്തെ ആ ഒരു സംഭവം പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് സത്യം തന്നെ റിവേ പോയിന്റ് അല്ല, ഇത് എനിക്ക് അറിയാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. അതറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ഊക്കുങ്ങനെ ഫിനിഷ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ഗൈസ് ഈ കാണുന്ന ഓരോരോ മൃഗങ്ങളുണ്ടല്ലോ ഗൈസ്, ഈ കാണുന്ന ആനിമൽസിനെ നമ്മൾ കില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടും ഗൈസ്, HP കിട്ടും. അത് മാത്രമേ ഉള്ളൂ ഗുണം. അതുകൊണ്ടാണ് ഞാൻ ഈ ആനിമൽസിനൊന്നും കൊല്ലാത്തത്. ഞാൻ ഇപ്പോൾ അവിടെ എന്നെ ഉണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവന്മാരടിക്കാനാണ് ഞാൻ പോയത്. അപ്പോൾ ഗൈസ് ഞാൻ പറയുന്നതിൽ എന്തൊക്കെ ശരിയുണ്ടെന്ന് എന്തൊക്കെ തെറ്റുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാനുള്ളതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ 2 വട്ടം ഡെഡായിട്ടുണ്ട് ഗൈസ്. നമ്മൾ റിവൈവായി. ഇതിലെന്ന് പറഞ്ഞാൽ വേറെ ആരും നമ്മൾ റിവൈവ് ചെയ്യേണ്ട ഗൈസ്. നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിവൈവ് ആവും ഗൈസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഗൈസ് ഇവിടെ കാണുമ്പോൾ നമ്മൾ 2 enemy ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ ഗൈസ് ഒരുത്തനെ അടിച്ചിട്ടുണ്ട്. ഇവിടെ 3 enemies ഉണ്ട് ഗൈസ്. അടുത്തൊരു enemy ഗൈസ് നമ്മൾ ടീംമേറ്റ്സും കൂടെ വന്നിട്ടുണ്ട് നമ്മൾ സബ് ചെയ്യാൻ ഗൈസ്. ഞാൻ എന്താ റീകോളിങ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും നമ്മൾ റീകോളിങ്ങായി നമ്മൾ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്ലൂ സാധനം അവസാനം ആര് പൊട്ടിക്കുന്നു അയാൾ ജയിക്കും ഗൈസ്. അപ്പം അതാണ് നമ്മളെ കളിയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ. ഓപ്പോസിറ്റ് ടീമിൽ അതൊരു റെഡ് കളറിലാണ് ഗൈസ് ആ ഒരു സ്റ്റോണ്.
അപ്പോൾ ഗൈസ് നമ്മൾ ആ ചുറ്റും നോക്കുന്നുണ്ട് എവിടെയെങ്കിലും എനിമി ഉണ്ടോന്ന്. Ally has been അപ്പോൾ slain. ഗൈസ് ആ ഒരു എനിമി പോകും. Initiate retreat. Path to the abyss was my ground. സോ ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഞാൻ എന്താ മറ്റൊരു അനിമലിൻ്റെ ബാക്കിലാണ് ഗൈസ് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ ഇവിടെ ഒരു 4 എനിമീസ് ഉണ്ട് ഗൈസ്. ഞാൻ അങ്ങനെ ഇനിയും ഡെഡായി ഗൈസ്. ഈ ഗെയിമിലെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അവരുടെയൊക്കെ എബിലിറ്റീസ് നമുക്കൊന്ന് കിട്ടിയാൽ നമ്മൾ അതോടെ ഡെഡാവും ഗൈസ്. കണ്ടോ ഗൈസ് നമ്മൾ 14 സെക്കൻഡ്സ് കഴിഞ്ഞാൽ നമ്മൾ റിവൈവ് ആവും. Okay. An enemy has been slain. The darkness കണ്ടോ ഗൈസ് നമ്മൾ റിവൈവ് ആയി. ഗൈസ് ഓപ്പോസിറ്റ് ടീമിന് മാത്രമല്ല ഗൈസ് റിവൈവ് പോയിന്റ് അടുത്തുള്ള ഒരു സംഭവമുള്ള നമുക്കും ഉണ്ട്. നിങ്ങളിൽ ഇതേപോലത്തുള്ള ഗെയിമിൽ പ്രോ ആയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. Double kill. Triple kill. ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഒരു റിവൈവ് പോയിന്റിലോട്ട് കയറി ചെന്നപ്പോൾ നമുക്ക് നല്ല ഡാമേജ് കിട്ടി. നമ്മൾ മിനിയൻസിനെ തീർക്കേണ്ട പ്ലാൻ എന്താണ്? ഓക്കെ ഗൈസ് ആ മിനിയൻസിനെ തീർത്തപ്പോഴത്തേക്ക് എൻ്റെ ബാധി എക്സ്പീരിയൻസ് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ ഹീലാവുകയാണ്. Your team destroyed a turret. Solo kill. Initiate ഗൈസ് നമ്മൾ revival. ചുറ്റും നോക്കുവാണ് ഗൈസ് എനിമി ഉണ്ടോന്ന്. Attack the Lord. ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടിട്ട് ലൈക്ക് അടിച്ചില്ലെന്ന് പറയാൻ മോശമാണ് ഗൈസ്. പ്ലീസ് ലൈക്ക് ഗൈസ്. Destroyed a turret. അപ്പോൾ ഇതേപോലത്തുള്ള പുതിയ ഗെയിമിൻ്റെ വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ ഇവിടെ ഒരു ക്യാപ്റ്റൻ്റെ പേരെനിക്കറിയത്തില്ല ഗൈസ്. അപ്പം അതുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ തോപ്പിച്ചു. Launch attack. What an eyesore. ഗൈസ് എനിക്ക് ഈ ഗെയിം കളിച്ചിട്ട് ഈ ഗെയിം എനിക്കിഷ്ടപ്പെട്ടു. ഏകദേശം നമ്മളെ ഏരിയാണ് ഗെയിമിൻ്റെ പേര്. ആ ഗെയിമിൻ്റെ പേരും മറന്നില്ല ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ഗെയിം കളിക്കുന്നുണ്ട് ഗൈസ്. ആ ഒരു ഗെയിമിൻ്റെ ഇതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ബേസിക്കലി എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിൽ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ വാങ്ങിക്കാൻ പറ്റും. സോറി ഗൈസ് ക്യാരക്ടർ. Initiate. അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും ഡെഡായിട്ടുണ്ട്. ഇതെൻ്റെ 4ാമത്തെ ഡെഡാണ്. Ult is not ready. സോ ഗൈസ് ഇനി നമ്മൾ 21 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിവൈവ് ആവുന്നതാണ്. Follow Lord. An enemy has സോ ഓക്കെ ഗൈസ് നമ്മളിതാ ഇവിടെ റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് ഗൈസ് well played. എനിമി ഉള്ളിടത്തേക്ക്. Destroyed a turret. ഗൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മിക്ക ഇതും പൊട്ടിച്ച് ഗൈസ് റിവൈവ് പോയിട്ടുള്ള സംഭവം. അപ്പോൾ ഇനി നമുക്ക് ഫൈറ്റ് എടുക്കേണ്ട ടൈമാണ്. ബട്ട് നമ്മൾ റഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡെഡാവും ഗൈസ് ഈ ലാസ്റ്റ് ടൈമിൽ വരെ. അതുകൊണ്ട് നമ്മൾ പതുക്കെ സ്മൂത്തായിട്ട് കളിക്കണം ഗൈസ്. Turret. An enemy has കണ്ടോ ഗൈസ് ഇങ്ങനെയാണ് ഇത് പൊട്ടിക്കേണ്ടത്. നമ്മളെ മിനിയൻസ് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൂടെ അറ്റാക്ക് ചെയ്യണം. അപ്പം ആ ഒരു റിവൈവ് പോയിന്റിലുള്ള സംഭവം മിനിയൻസിനെ മാത്രം അറ്റാക്ക് ചെയ്യുക, നമ്മൾ അറ്റാക്ക് ചെയ്യണം. ഓക്കെ ഗൈസ് ഞാൻ ഈ ഗെയിമിനെ പറ്റി ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് ഗെയിംസൊക്കെ പഠിച്ചത്. അല്ല എനിക്ക് അറിയത്തില്ല ഗൈസ്. ഈ കണ്ട ആ ഒരു റെഡ് സംഭവമാണ് ഗൈസ് നമുക്ക് പൊട്ടിക്കേണ്ടത്. ബട്ട് ഞാൻ 50 ടൈമിൽ ഡെഡായി ഗൈസ്. ഇനി 32 സെക്കൻഡ് കഴിഞ്ഞാൽ റിവൈവ് ആവും. A tribute to your prince. അപ്പം ഗൈസ് ഇനി ഫുള്ള് ഫൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതുവരെയായിട്ട് ലൈക്ക് അടിക്കാത്ത എല്ലാവരും ലൈക്ക് അടിക്കുക. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 20 likes ആണ് ഗൈസ് ഇന്നത്തെയും ടാർഗറ്റ്. ഇന്നലത്തെ ടാർഗറ്റ് ഇന്നലെ ആരും ക്രോസ് ചെയ്തില്ല ഗൈസ്. എനിക്ക് വിഷമമുണ്ട്.
നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഞാൻ റിവൈവ് ആയിട്ടുണ്ട് ഗൈസ്. Me to survive. അപ്പോൾ നമ്മളിന്ന് നേരെ പോവാണ് ഗൈസ് ഫൈറ്റെടുക്കാൻ. With these ഞാൻ അവിടെ കുറച്ച് നേരം നിന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാഫിക്സ് ഒന്ന് കൂട്ടിയിടാനാണ് ഗൈസ്. Okay. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഫുൾ ഫൈറ്റിംഗ് ആണ് ഗൈസ് ഇവിടെ നടക്കാൻ പോകുന്നത്. Has been slain. ഗൈസ് കണ്ടോ ഗൈസ് നമ്മളെ ടീമേറ്റ്സ് ഫുള്ളും ഉണ്ട് ഗൈസ്. നമ്മളെ ടീമേറ്റ്സ് ഫുള്ള് പവറാണ് ഗൈസ്. ഇതാ കണ്ടോ ഗൈസ് ഈ കാണുന്ന റെഡ് സംഭവമാണ് ഗൈസ് നമ്മൾ പൊട്ടിക്കുകയാണ്. നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കാത്തിരുന്ന നിമിഷം നമ്മളിതാ ഈ ഗെയിമും നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. വിക്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ MVP ഞാനാണ് ഗൈസ്. Victory. ഓക്കെ ഗൈസ് നമ്മളിതാ ഗ്രാൻഡ് മാസ്റ്റർ 4 ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. പീസ് ഔട്ട്.